അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാനരായ സഹോദരങ്ങളെ, ഹാജിമാരെ, കഴിഞ്ഞ മാസം 28-ാം തീയതിയും ഈ മാസം 2-ാം തീയതിയും കോഴിക്കോട് CD ടവറിൽ നിന്ന് പുറപ്പെട്ട KNM-ന്റെ ഹജ്ജ് ഗ്രൂപ്പുകളിൽപ്പെട്ട 2 ഗ്രൂപ്പുകളാണ് നമ്മൾ സംഗമിച്ചുകൊണ്ട് മക്കയുടെ ഹറമിന്റെ പരിസരം, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങിയതാണ്. പരിശുദ്ധ കാബാലയത്തിന്റെ ചുറ്റ് ഒരുപാട് ചരിത്ര പ്രദേശങ്ങളുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രദേശമുണ്ട്. പ്രവാചകൻ മഹത്വവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു തന്ന പ്രദേശമുണ്ട്. ഭൂമി ലോകത്ത്, ഭൂമിയുടെ ഏറ്റവും മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അല്ലാഹു സ്ഥാപിച്ച ഭവനമാണ് പരിശുദ്ധ കാബാലയം. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലത്തി ബിബക്കത്ത മുബാറക ഫീഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. മാർഗദർശനം കൊടുക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു സ്ഥാപിച്ച അല്ലാഹുവിന്റെ ഭവനം. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ കാബാലയത്തിന്റെ പരിസരത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അറിയാലോ. കാബയുടെ പരിസരത്തുള്ള ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത്? മഖാമു ഇബ്രാഹിം ആദ്യമായിട്ട് എടുത്തു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു കല്ല് സ്ഥാപിച്ച സ്ഥലമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ ഖബറാണ് എന്ന്. അദ്ദേഹം കാബാലയം പണിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടും ഉയരമുള്ള പ്രദേശം നോക്കി കയറി നിന്ന ഒരു കല്ലാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഇത് ഒരു ആയത്തായിട്ട് അള്ളാഹു പറയാണ്, ഫത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിനെ ഞാൻ നിങ്ങൾക്ക് മുസല്ലയാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് അനുമാനിക്കപ്പെടുന്ന പറയപ്പെടുന്ന ഹജറുൽ അസ്വദ് സ്ഥാപിക്കപ്പെട്ടത് കാബാലയത്തിന്റെ ഒരു മൂലയിലാണ്. ആ ഹജറുൽ അസ്വദിന്റെ വലുപ്പം ഒരു കാരക്കച്ചവയുടെ അത്രയാണ്. 7 പീസുകൾ ഒട്ടിച്ചു വെച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാരക്കച്ചവയുടെ വലുപ്പം മാത്രമേ ആ ഹജറുൽ അസ്വദിനുള്ളൂ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടല് സുന്നത്താക്കിയത്, അതല്ലെങ്കിൽ തൊട്ടുമുട്ടല് സുന്നത്താക്കിയിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്ത് മുൽത്തസം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. കാബാലയത്തിന്റെ മഹത്വവും അതിന്റെ പരിസരത്തുള്ള ചരിത്രവും പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുൽത്തസം, അഥവാ കാബാലയത്തിന്റെ വാതിലിന്റെയും ഈ പറഞ്ഞ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം. അതുപോലെ അതിന്റെ തൊട്ട് 200 മീറ്റർ തൊട്ടടുത്താണ് സംസം കിണർ സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊക്കെ ചരിത്രം അറിയാവുന്നതാണ്. ഭൂമി ലോകത്ത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല, ഏറ്റവും ഹൈറായ അത് സംസമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് ഉദ്ദേശത്തിലാണോ അത് നിങ്ങൾ കുടിക്കുന്നത്, ആ ഉദ്ദേശത്തിനുള്ളതാണത്. ലോകത്തെ വലിയൊരു അത്ഭുതമായിട്ട് അത് നിലനിൽക്കുകയാണ്. കാരണം ഒരു 7 മീറ്റർ താഴെ 1 ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് ഓരോ മിനിറ്റിലും അതിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാറപ്രദേശത്ത് അത് വറ്റിപ്പോകാതെ വലിയ അത്ഭുതമായിട്ട് നിലനിൽക്കുകയാണ്. അതാണ് ആയാത്തും ബയ്യിനാത്ത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ സഫയും മറുവയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ല, അല്ലാഹുവിന്റെ ശിആറിൽപ്പെട്ടതാണ് സഫയും മർവയും. ഹജറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വട്ടവും അതുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന്റെ ചോട്ടിന് പുറപ്പെട്ട സംസമും, ഇതൊക്കെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ആയാത്തുകളാണ്. ആ ആയാത്തുകളൊക്കെ നമ്മൾ എങ്ങനെ കാണണമെന്നാൽ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ശിആറുകൾ, അവൻ സ്ഥാപിച്ച അടയാളങ്ങൾ, അതിനെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ അത് തഖ്വയിൽപ്പെട്ടതാണ്, അവന്റെ ഹൃദയത്തിന്റെ ബന്ധത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം